Dear students, now we can study the slope of a tangent line. നമുക്കറിയാം, നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ഒരു സർക്കിളിന്റെ ടാൻജന്റ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഓൾറെഡി. എന്താണത്? അതായത് ടാൻജന്റ് ലൈൻ ടു എ സർക്കിൾ is a line having one of its points on the circle and all other points outside the circle. അതായത് നോക്കൂ, ടാൻജന്റ് ലൈൻ, ഇവിടെ ഒരു ടാൻജന്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈൻ ഇവിടെ എന്താണ്? ടാൻജന്റ് ലൈൻ ടു എ സർക്കിൾ ഈസ് ആസ് എ ലൈൻ ഹാവിങ് വൺ ഓഫ്, ഈ ലൈനിന്റെ ഒരു പോയിന്റ് മാത്രമേ സർക്കിളിനെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന് കണ്ടോ. ഒരു പോയിന്റ് മാത്രമേ ആ ലൈനിന്റെ ഒരു പോയിന്റ് മാത്രമേ സർക്കിളിനെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള പോയിന്റ്സ്, ലൈനിന്റെ പോയിന്റ്സ് എല്ലാം സർക്കിളിന്റെ പുറത്തായിരിക്കണം. ഇത് ഇതേപോലെ മനസ്സിലായോ? ഇനി അതേപോലെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറയാം ഈ ടാൻജന്റ് ലൈൻസ് സർക്കിൾസിന്റെ. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ടാൻജന്റ് at any point is perpendicular to the radius at that point. ഇവിടുന്ന് ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? ഇതാണ് റേഡിയസ് എങ്കിൽ നോക്കൂ, ഈ റേഡിയസ് ടാൻജന്റ് ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായോ? ആ പോയിന്റിലുള്ള നമ്മളിങ്ങനെ ഇവിടുന്ന് റേഡിയസ് വരയ്ക്കുകയാണെങ്കിൽ ആ റേഡിയസും ഈ ടാൻജന്റ് ലൈനും പെർപെൻഡിക്കുലർ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാം. ഇനി ഒരു സർക്കിളിന്റെ മാത്രമല്ല, ഒരു ജനറൽ കർവിന്റെ ഏതൊരു കർവ് തന്നാലും അതിന്റെ ടാൻജന്റ് എങ്ങനെ കണ്ടുപിടിക്കും? മനസ്സിലായോ? ടാൻജന്റ്, ഇതിപ്പോ ടാൻജന്റ് ഓഫ് എ സർക്കിൾ ആണ് ഞാൻ പറഞ്ഞത്. ടാൻജന്റ് ഫോർ എ ജനറൽ കർവ് y equal to f of x at a point P on the curve. നോക്കൂ, ഇങ്ങനെ ഒരു കർവ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു കർവ് ഉണ്ട്. അപ്പൊ ആ കർവ് ഇതാണ് P എന്ന് പറഞ്ഞത്. Q എന്ന് പറഞ്ഞ പോയിന്റ് ഇതാന്ന് വിചാരിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യണം? ടാൻജൻസി ഓഫ് എ ജനറൽ കർവ് y equal to f x. ഈ കർവിന്റെ പേര് y equal to f of x ആണ് ഈ കർവ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ഇത് വരയ്ക്കുകയാണ്, എന്താണ് ക്വാഡ്രൻസ് വരയ്ക്കുകയാണ്. അപ്പം ഈ കോർഡിനേറ്റിനുള്ളിൽ നോക്കൂ, ഇങ്ങനെയാണ് വരുന്നത്. അത് ഇത് എക്സ് ആക്സിസ് ആണ്, വൈ ആക്സിസ്, എക്സ് ആക്സിസും ഇത് വൈ ആക്സിസ് ആണ്. ഇതിലിങ്ങനെ കിടക്കുകയാണത്. മനസ്സിലായി? പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പിയിലുള്ള ടാൻജൻസിയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ, ആദ്യം തന്നെ ടാൻജൻസി ഡിഫൈൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ സീക്കൻഡ് ഡിഫൈൻ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സീക്കൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിങ്ങനെ ഈ പി ഇവിടെ ഒരു പോയിന്റും ക്യൂ പുറത്തൊരു പോയിന്റാണ്, അത് തമ്മിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്കൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇങ്ങനെ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ, ഇത് രണ്ട് തമ്മിൽ വരയ്ക്കുന്ന ലൈനെയാണ് ഞാൻ എന്ത് പറയുക? സീക്കൻഡ് ലൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സീക്കൻഡ് ലൈൻ ഞാൻ വരച്ചു ഇവിടെ ഉള്ളിൽ. ഓക്കെ, വേറെ കളർ കൊണ്ട് വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ വരയ്ക്കാം കേട്ടോ, വൃത്തിയായിട്ട് വരയ്ക്കാം. ഓക്കെ, പി, ഇത് ക്യൂ. പി ക്യൂ വരച്ചു നമ്മൾ. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് പിയുടെ അടുത്തുള്ള പോയിന്റാന്ന് വിചാരിക്കുക. മനസ്സിലായോ? ക്യൂ എന്ന് പറയുന്നത് പിയുടെ അടുത്തുള്ള പോയിന്റാണ്. അപ്പോൾ ക്യൂ മൂവ്സ്, ഈ ടാൻജന്റ് ആവുന്ന ഈ സീക്കൻഡ് ലൈൻ ടാൻജന്റ് ലൈൻ ആറ്റ് പി ആവണമെങ്കിൽ എന്ത് വേണം? ഈ ക്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ മൂവ് ചെയ്ത് പിയുടെ തൊട്ടടുത്താവണം.
അപ്പം എന്താവും ശരിക്കും അത് പിയിലുള്ള ടാൻജൻ്റ് ആവും. നമുക്ക് ഇങ്ങനെ ഇത് മൂവ് ചെയ്ത് അടുത്ത് ഇങ്ങനെ വരും, ഇവിടെ ലൈൻ അല്ലേ ഇതിൻ്റെ ഉള്ളിൽ വരും. ഈ ക്യൂ തൊട്ട് കുറച്ചുകൂടെ അടുക്കുമ്പോൾ ഇങ്ങനെ വരും, പിന്നെ അടുക്കുമ്പോൾ ഇങ്ങനെ വരും. ലാസ്റ്റിൽ ഇങ്ങോട്ടാകുമ്പോൾ ഈ പിയുടെ തൊട്ടടുത്ത് വരുമ്പോൾ എന്ത് വരും? ഇങ്ങനെ വരും അല്ലേ ലൈൻ. ഓക്കെ, വേറെ കളർ കൊണ്ട് വരയ്ക്കാം. ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് കർവ്. ഒന്നുകൂടെ വരയ്ക്കാം. കർവില്ല. ഓക്കെ, അപ്പോൾ ഈ പി എന്ന് പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ പി ആണെന്ന് വിചാരിക്കും, ഇത് ക്യൂ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ക്യൂ പിയുടെ തൊട്ടടുത്താണ് വരുന്നതെങ്കിൽ, വളരെ അടുത്താണ് വരുന്നതെങ്കിൽ ഈ സെക്കൻഡ് ലൈൻ ബിക്കംസ് എന്ത്? ടാൻജൻ്റ് അറ്റ് പി എന്ന് ആയി മാറുന്നു. അപ്പം നമ്മളിനി എടുക്കുകയാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ എടുക്കുകയാണ് x0 y0 എന്ന് പറഞ്ഞ പോയിന്റ് ആണെന്ന് എടുക്കുക. അവിടെ എഴുതാം x0 y0 ആണെന്ന് എടുക്കുക. ക്യൂ അതായത് x0 y0 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് താഴോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, പി വരെയുള്ള ഇതുവരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഇങ്ങനെ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് x0 ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് y0 ആയിരിക്കും നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ പോയിന്റ് x0 y0. ക്യൂ എന്ന് പറയുന്നത് എക്സ് ഇതുവരെ വരും അല്ലേ, ഇതുവരെ വരും, ഇങ്ങനെ വരില്ലേ ക്യൂ എന്ന് പറയുമ്പോൾ? ഇത് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് വരും. അപ്പോൾ x0 പ്ലസ് ഡെൽറ്റ എക്സ് നിന്നും y കോർഡിനേറ്റ് എന്താ എടുക്കണം ഞാൻ? y0 കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ y0 പ്ലസ് ഡെൽറ്റ വൈ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എഴുതാം x0 പ്ലസ് ഡെൽറ്റ എക്സ് y0 പ്ലസ് ഡെൽറ്റ വൈ ആയിരിക്കും. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഞാൻ എഴുതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. y0 എന്തായിരിക്കും? y0 ഈക്വൽ ടു എഫ് ഓഫ് x0 ആൻഡ് y0 പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് ആയിരിക്കും. അപ്പം സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് പി ക്യൂ. രണ്ട് പോയിന്റ്സ് അറിയാമെങ്കിൽ നമ്മൾ അത് ഏകദേശം അല്ലേ ഒരു ലൈനാണ് സീക്കൻഡ് എന്ന് പറയുമ്പോൾ. രണ്ട് പോയിന്റ്സ് അറിയാമെങ്കിൽ സീക്കൻഡ് ലൈൻ എന്താണ്? ഡിഫറൻസ് ഇൻ വൈ കോർഡിനേറ്റ്. സ്ലോപ്പ് ഓഫ് ദ സീക്കൻഡ് എന്തായിരിക്കും? സ്ലോപ്പ് ഓഫ് ദ ലൈൻ. രണ്ട് പോയിന്റ്സ് അറിയാമെങ്കിൽ ഡിഫറൻസ് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ്. അതായത് y0 പ്ലസ് ഡെൽറ്റ വൈ മൈനസ് പിന്നെന്താണ്? y0 പ്ലസ് ഡെൽറ്റ വൈ മൈനസ് y0 ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ എക്സ് കോർഡിനേറ്റ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് x0 എന്ന് വരും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും അല്ലേ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇനി നിങ്ങൾക്കറിയാം ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താണ്? ഈ y0 പ്ലസ് ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എഫ് ഓഫ് x0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് y0 എന്ന് വെച്ചാൽ എന്താ എപ്പോഴും? എഫ് x0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. മനസ്സിലായോ? അപ്പം ഇതാണ് പിന്നെ സ്ലോപ്പ് ഓഫ് ദ സെക്കൻഡ് ലൈൻ. ഇനി ഈ ഡെൽറ്റ എക്സ് ബിക്കം സ്മോൾ. ഡെൽറ്റ എക്സ് ബിക്കം സ്മോൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ക്യൂ പിയുടെ തൊട്ടടുത്താകുമ്പോൾ എന്തായിരിക്കും? x0 ബീയിങ് ഫിക്സ്ഡ് ആണ്. സെക്കൻഡ് ലൈൻ എന്ത് വരും? ബിക്കംസ് വെരി ക്ലോസ് ടു ദി ടാൻജന്റ് ലൈൻ. അപ്പോൾ എഴുതാൻ ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, 0 അടുത്താവുമ്പോൾ എന്ത് വരും? ദ സെക്കൻഡ് ലൈൻ പി ക്യൂ. സെക്കൻഡ് ലൈൻ പി ക്യൂ എന്താണ്? സെക്കൻഡ് ലൈൻ ആണ്. അതെന്തായിരിക്കും? ബിക്കംസ് ടാൻജന്റ് ലൈൻ. ടാൻജന്റ് ലൈൻ എവിടെ? അറ്റ് ദ പോയിന്റ് പി അല്ലെ, പി എന്ന് പറഞ്ഞ പോയിന്റിൽ ടാൻജന്റ് ആയിരിക്കും. Therefore, slope delta y by delta x of the secant line becomes close to the slope of the tangent line at P. മനസ്സിലായോ? സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഓഫ് ദ സെക്കൻഡ് ലൈൻ കംസ് ക്ലോസ് ടു ദി സ്ലോപ്പ് ഓഫ് ദി, ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ ടാൻജന്റ് ലൈനിൻ്റെ സ്ലോപ്പ് പോലെ ആയി വരുന്നു. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ആദ്യം നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഗിവൺ ഫംഗ്ഷൻ എഴുതുക, y ഈക്വൽ ടു എഫ് എക്സ് എഴുതുക.
എന്നിട്ട് എന്ത് ചെയ്യണം? സ്ലോപ്പ് പിന്നെ സ്ലോപ്പ് കണ്ടു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് എഴുതുക. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ചെയ്യുക. ആൻഡ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആവുമ്പോൾ ആ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായിരിക്കും സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. use delta y by delta x method to find the slope of the tangent line of the graph of the function y equal to 5x square minus 3x plus 1 at the point x not equal to 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം അല്ലേ? എന്താ കണ്ടുപിടിക്കാനുള്ളത്? സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എന്താണ്? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി തന്നെയാണ് അല്ലേ നമുക്ക് ശരിക്കും വരുന്നത്. അപ്പോൾ എഴുതാം സ്ലോപ്പ് ഓഫ് ദി സീക്കൻഡ് ലൈൻ ആദ്യം കണ്ടുപിടിക്കാം. സീക്കൻഡ് ലൈൻ ഈക്വൽ സീക്കൻഡ് ലൈൻ പി ക്യു ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് എക്സ് നോട്ട് divided by delta x. Okay, that is equal to f of x naught plus delta x എന്താണ്? 5 into x naught plus delta x the whole square minus 3 into x naught plus delta x plus 1 minus f of x naught എന്ത് വരും? 5x naught square minus 3x naught plus 1 വരും അല്ലേ? എഫ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ദാറ്റ് ഇസ് 5 ഇൻറ്റു ഇവിടെ എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 2x നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് 3x നോട്ട് മൈനസ് 3 ഡെൽറ്റ എക്സ് plus 1 minus 5x naught square plus 3x naught minus 1 divided by delta x എന്ന് വരും. ഇനി ഈ എക്സ് നോട്ട് എന്ന് വെച്ചാൽ എത്രയാ തന്നിട്ടുണ്ട്? ഇവിടെ 1 തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എക്സ് നോട്ടിൻ്റെ വാല്യൂ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് 2 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് നോട്ട് 1 കൊടുത്തു മൈനസ് 3 ഡെൽറ്റ എക്സ് പ്ലസ് 1 മൈനസ് 5 പ്ലസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ഇനി സിംപ്ലിഫൈ ചെയ്യുക. അത് ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ വരിക? ഈക്വൽ ടു എന്ത് വരും? 5 മൈനസ് 3 അല്ലേ? ഇവിടെ ഉണ്ട് 5 മൈനസ് 3 മൈനസ് 5 മൈനസ് 3 ഇപ്പുറത്തും ഉണ്ട്, ക്യാൻസലാവും. 1ഉം മൈനസ് 1ഉം കൂടെ ക്യാൻസലാവും. ബാക്കി എന്താ വരിക നമുക്ക്? 10 ഡെൽറ്റ എക്സ് മൈനസ് 3 ഡെൽറ്റ എക്സ് വരുമ്പോൾ 7 ഡെൽറ്റ എക്സ് വരും. 7 ഡെൽറ്റ എക്സ് വരും. പിന്നെ എന്ത് വരും? പിന്നെ 5 ഡെൽറ്റ എക്സ് സ്ക്വയർ വരും പ്ലസ് 5 ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 7 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. ഇനി ഇതിപ്പോൾ എന്താ ആവറേജ് വെലോസിറ്റി ആയുള്ളൂ.
ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, അതായത് ഡെൽറ്റ എക്സ് വളരെ ചെറിയൊരു നമ്പർ ആവുമ്പോൾ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു എന്ത് വരും? 7 എന്ന് വരും. മനസ്സിലായോ? അപ്പം എന്താണ് സ്ലോപ്പ്? എന്താണ് സ്ലോപ്പാണ് അല്ലേ? ആവറേജ് വെലോസിറ്റി ഓർ സ്ലോപ്പ്? നമ്മൾ സ്ലോപ്പാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആവറേജ് വെലോസിറ്റി ഓർ സ്ലോപ്പ്. മനസ്സിലായോ? ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ഈക്വൽ ആയിട്ട് വരുന്നു. സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 7 എന്ന് വരും. മനസ്സിലായോ? ഈ പിന്നെ സ്ലോപ്പ് ഓഫ് ദ സീക്കൻറ്റ് ആസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ് സ്ലോപ്പ് ആയിട്ട് വരിക. അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് അറ്റ് എക്സ് നോട്ട് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു 7 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിലാവാം കേട്ടോ.